വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർച്ചയായ അഞ്ചാമത്തെ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച വിവിധ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്, യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ആൻറ്റിസിപ്പേഷൻ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ എന്നിവയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഇവൻറ്റുകൾ. ഗ്ലോബൽ ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഫെഡ് ചെയർമാനായ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടാകും. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഫാക്റ്റായി മാറും. ആദ്യം തന്നെ മാർക്കറ്റിനെ നയിക്കുന്ന ഏറ്റവും പ്രധാന ഫാക്റ്റ് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ആൻറ്റിസിപ്പേഷനാണ്. ജൂലൈ 23-ാം തീയതിയാണ് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റാണ്. വളരെയധികം മാർക്കറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ പോപ്പുലറായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ഇവൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് സെഷൻ. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ജൂലൈ 11-ാം തീയതി മുതൽ പുറത്തു വന്നു തുടങ്ങും. ജൂലൈ 10-ാം തീയതി ടാറ്റ എലക്സിയുടെ ക്വാർട്ടർലി റിസൾട്ട് വരും. ജൂലൈ 11-ാം തീയതി TCSൻ്റെയും ജൂലൈ 12-ാം തീയതി HCL ടെക്നോളജിയുടെയും ക്വാർട്ടർലി റിസൾട്ട് വരും. അവന്യൂ സൂപ്പർ മാർട്ട് എന്ന റീറ്റെയിൽ സെക്ടറിലെ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ജൂലൈ 13-ാം തീയതിയാണ് വരിക. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ, അതായത് ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ജൂലൈ 12-ാം തീയതി പുറത്തു വരും. മെയ് മാസത്തെ ഇൻഫ്ലേഷൻ 4.75% എന്ന ലെവലിലെത്തിയിരുന്നു. കഴിഞ്ഞ 12 മാസത്തെ ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷനാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ കോർ ഇൻഫ്ലേഷൻ 3.2% നിന്നും 3.1% ഇടിയുകയും ഫുഡ് ഇൻഫ്ലേഷൻ 8.69% ഇടിയുകയും ചെയ്തു. ഇൻഫ്ലേഷൻ കഴിഞ്ഞ 12 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിലനിൽക്കുന്നതുകൊണ്ട് ജൂലൈ 12-ാം തീയതി പുറത്തുവരുന്ന ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഒരു പ്രധാന ഫാക്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാന ഡാറ്റകൾ, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, ഫാക്ടറി ഔട്ട്പുട്ട് ഡാറ്റ, മാനുഫാക്ചറിംഗ് ഡാറ്റ, ഡെപ്പോസിറ്റ് ലോൺ ഗ്രോത്ത് ഡാറ്റ തുടങ്ങിയവ ജൂലൈ 12-ാം തീയതി പുറത്തുവരും. ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡാറ്റയോടൊപ്പം അമേരിക്കൻ ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ജൂലൈ 11-ാം തീയതിയാണ് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ചൈനയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ചൈനയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും അടുത്ത ആഴ്ചയാണ് പുറത്തു വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മോർട്ടേജ് ആപ്ലിക്കേഷനും ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡാറ്റയും ജൂലൈ 5-ാം തീയതി പുറത്തു വരും. ഹോൾസെയിൽ ഇൻവെൻറ്ററീസ് ഡാറ്റ, ജോബ്ലെസ് ക്ലെയിം ഡാറ്റ എന്നിവ ജൂലൈ 6-ാം തീയതി പുറത്തു വരും. ഇന്ത്യ വിക്സ് മാർക്കറ്റിൽ ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. 12.7-ൽ നിന്നും ഇന്ത്യ വിക്സ് 8.02-ലേക്ക് ഇടിഞ്ഞു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച 6,877 കോടി രൂപയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 385 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. കഴിഞ്ഞ ആഴ്ച, അതായത് കടന്നുപോയ ആഴ്ച, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14,704 കോടി രൂപയുടെ സെല്ലിംഗ് ആയിരുന്നു നടത്തിയത്. അതിനെ കൗണ്ടർ ചെയ്യാൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 20,796 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഈ രണ്ട് ഡേറ്റകൾ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ സെല്ലിംഗ് ആക്ടിവിറ്റിയും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്റ്റുകളാണ്. മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് ബൈ ഓൺ ഡിപ്പ് എന്ന ട്രെൻഡ് തന്നെയാണ്. ഈ ട്രെൻഡ് തന്നെ തുടരും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 24,400, 24,500 തുടങ്ങിയവ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും 24,170 വരും ദിവസങ്ങളിൽ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്